ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റീഡിങ് ലവ് ആൻഡ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യം പറയട്ടെ, ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കുക. ഞാൻ പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് നമ്പർ ഇടുന്നുണ്ട്. പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ നിങ്ങളുടെ കൃത്യമായ എനർജി ഇവിടെ എനിക്ക് ലഭിക്കുകയും കൃത്യമായിട്ടുള്ള റീഡിംഗ് നിങ്ങൾക്ക് തരാനും കഴിയും. താല്പര്യമുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. പിന്നീട് ഇത് മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. ടൈംലെസ് ആയതുകൊണ്ട് എപ്പോൾ നിങ്ങളുടെ കൈകളിലെത്തുന്നുവോ അപ്പോൾ മുതൽ വാലിഡാണ്. പിന്നീട് നമ്മുടെ ചാനൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം. പുതിയ ആളുകളോടാണ് പറയുന്നത്. നമ്മൾ ഇനി റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. ഇവിടെ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്തായിരുന്നു നിങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ളതാണ് അത് ഇപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല. കാർഡ്സ് നോക്കിയിട്ട് കാര്യങ്ങൾ പറയാം. ഓക്കെ, നമുക്ക് നോക്കാം. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പുതിയ ഡെക്കാണ്. പുതിയ ഡെക്കിൽ നിന്ന് നമ്മളൊരു പുതിയ റീഡിംഗ് എടുക്കുകയാണ്. അതായത് നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് വളരെ ഗ്രൗണ്ടഡ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ലവ് ആയിരുന്നു എന്ന് നമുക്ക് ഡിവൈൻ പറയുന്നു നമ്മളോട്. വളരെ ഗ്രൗണ്ടഡ് ആയിരുന്നു, നിങ്ങൾ അത്രയും സ്നേഹത്തിലായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത തരത്തിൽ അത്രയും സൗന്ദര്യമുള്ളതായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത്രയും ബ്യൂട്ടിഫുൾ എന്നൊക്കെ ഞാൻ പറയുമ്പോഴേ അത് കുറച്ചൊരു ആലങ്കാരിക ഭാഷയാണ് കേട്ടോ. എങ്കിൽ പോലും ഈ കാർഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും അതിൻ്റെ ബ്യൂട്ടി മാത്രം ഉണ്ടായിരുന്നു എന്ന്. അത്രയും നല്ലൊരു ബന്ധം, വളരെ നന്നായിട്ടുള്ളൊരു ബന്ധം ആയിരുന്നു. എന്നാൽ ഇവിടെ ഒരാൾ വളരെയധികം ഡീപ്പ് ഇഷ്യൂസിൽ ആണ് എന്നാണ്. അതായത് ഒരു ലവ് ട്രയാങ്കിൾ അവിടെ വന്നിരിക്കുന്നു എന്ന് നമുക്ക് സംശയമില്ലാതെ തന്നെ പറയാം. മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അവിടെ ഒരു തേർഡ് പാർട്ടീസ് സിറ്റുവേഷൻ വന്നു എന്നാണ് നമുക്കതിൽ നിന്ന് വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നത്. ദ ഡെവിൾ എന്ന എനർജി ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഡെവിൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു എൻട്രാപ്മെൻറ്റ് ആൻഡ് നെഗറ്റീവ് പാറ്റേൺസിലുള്ള ഒരാളുമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ബന്ധം ഉണ്ടായി ഇതിനിടയിൽ എന്ന് കാണിക്കുന്നു. നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് കൊണ്ടുപോയിക്കൊണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കണം, നിങ്ങളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയും ഭംഗിയായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ബന്ധത്തിനിടയിൽ ഒരു തേർഡ് പാർട്ടി കടന്നു വന്നിട്ട്, അതും എങ്ങനത്തേതാണത്, വെറും ട്രാപ്ഡ് ആയിട്ടുള്ള നെഗറ്റീവ് പാറ്റേൺസ് ഉള്ള ഒരു ബന്ധം നിങ്ങളുടെ പാർട്ട്ണറുടെ ഇടയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു എന്നാണ്. നിങ്ങളുടെ ഇടയിൽ നിന്നാണ് നമുക്കത് പറയാൻ പറ്റുക. ഓക്കെ, ഏസ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. അവിടെ ചലഞ്ചിങ് ആയി, വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ആ ഒരു ബന്ധം ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലവിനെക്കുറിച്ച് തിങ്ക് ചെയ്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നു. അവിടെ ഈ ബന്ധം ചലഞ്ച് ഉണ്ടാക്കുന്നതായിരുന്നു, അല്ലെങ്കിൽ ചലഞ്ചഡ് ആണ്. കാരണം എങ്ങനെയാണ് ഇത് കൊണ്ടുപോകുക? കാരണം വെച്ചാൽ ആള് കുറച്ച് മോശമാണ് എന്ന് ഇയാൾക്ക് പിന്നീട് മനസ്സിലായി കാണും. കാരണം വെച്ചാൽ ഈ ദ ഡെവിൾ എന്ന് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഇന്നസെൻ്റായിട്ട് സ്നേഹിക്കുന്ന മാതിരിയല്ല, എല്ലാ അർത്ഥത്തിലും വീഴ്ത്തുക അല്ലെങ്കിൽ മയക്കിയെടുക്കുക. അവിടെ അവർക്ക് എന്താ പറയുക, ബോർഡറൊന്നുമില്ല, അതിർവരമ്പുകളില്ലാത്ത ബന്ധമായിരുന്നു അത്. ആ അതിർവരമ്പുകളില്ലാത്ത ബന്ധം ആകുമ്പോഴാണത് എന്താവുന്നത്, ചലഞ്ചിങ് ആകുന്നത്. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ജോലിത്തിരക്കും കാര്യങ്ങളും അതും ഉണ്ടായിരുന്നു. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചു എന്നാണ് ത്രൈവിങ് ലവ്, അതുകൊണ്ടാണ് അത് ആ രീതിയിൽ പോയതെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടെന്ന് പറയുമ്പോഴത്തേനും ലൗകികമായ വിഷയങ്ങളിൽ ഒരുപാട് താല്പര്യം ഉള്ള ഒരു വ്യക്തി എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അത് ജോലിക്കാര്യത്തിലാണെങ്കിലും അത് നമുക്ക് പറയാം, നമ്മളെ ലൈഫിലാണെങ്കിലും പറയാം. കൂടുതൽ അവിടെ സിൻസിയർ ലവ് അല്ലെങ്കിൽ ഡിവൈൻ ലവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം വന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലായിരുന്നു, അതിലേക്ക് പോയി എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമുക്കവിടെ പറയാൻ കഴിയുന്നത്. 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണത്. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കാം. കാരണം നമുക്ക്
ഇത്രയും മതിയല്ലോ, എന്തിനാ കൂടുതൽ പറയുന്നത്. നല്ലൊരു ബന്ധമായിരുന്നു. അതിൽ നിങ്ങളുടെ പിന്നെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി വന്നു. ആ തേർഡ് പാർട്ടി നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് അരുതാത്ത ബന്ധങ്ങൾ ഉണ്ടായി എന്ന് കാണിക്കുന്നു. അത് എൻട്രാപ്മെൻറ്റ് ആയിരുന്നു, നെഗറ്റീവ് പാറ്റേൺസ് ആയിരുന്നു എന്ന് എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം ചാലഞ്ചിങ് ആയിരുന്നു എന്നാണ്. കാരണം ഈ ബന്ധവും ചലഞ്ച് തന്നെയാണ്. കാരണം ഇത് എത്ര കാലം കൊണ്ടുപോകാൻ കഴിയുമെന്ന് അറിയത്തില്ല. അതിനകത്തൊക്കെ ഉള്ള അഭിനിവേശം പെട്ടെന്ന് മാറും. അതൊക്കെ വെറും പാഷൻ മാത്രമായിരിക്കാം. അപ്പം നിങ്ങളുമായിട്ടുള്ള ബന്ധവും അവിടെ ഒരു ചലഞ്ചിങ് ആയി മാറി എന്നാണ് നമുക്കിവിടെ കാണുന്നത്. നമുക്ക് നോക്കാം. നിങ്ങളുടെ വ്യക്തിക്ക് എന്താ പറയാനുള്ളത് നോക്കണമല്ലോ. ഐ ഹാവൻറ്റ് ടോൾഡ് യു എവറിത്തിങ്. സീക്രട്സ് ഒന്നും തന്നെ. നിന്നോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞിട്ടില്ല. നിന്നോട് ഞാൻ പല കാര്യങ്ങളും ഒളിച്ചു വയ്ക്കേണ്ടി വന്നു. എനിക്ക് എല്ലാ കാര്യവും നിന്നോട് പറയാൻ കഴിഞ്ഞില്ല എന്ന് സമ്മതിക്കുന്നുണ്ട്. ഓക്കെ, കാരണം എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് പറയുക? ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം അത് പറയാത്തത്. ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ്. ഞാൻ സബോട്ടേജാണ്. ഞാൻ ഇപ്പം നല്ല കുറ്റബോധമുണ്ട്. ഞാൻ എൻ്റെ നല്ല കാര്യങ്ങൾ, എൻ്റെ ലൈഫിൽ നടക്കാൻ പോകുന്ന ചില നല്ല കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് ഇത്തരം ചില ദുഷിച്ച കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു ചേരാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അതൊന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മളോട് എന്താ അദ്ദേഹത്തിന് പറയാനുള്ളത്, അല്ലെ അവർക്ക് എന്താ പറയാനുള്ളത്? ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇൻറ്റൻസ്. കെമിസ്ട്രിയാണ്. അപ്പോൾ അവിടെ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിരുന്നില്ല, വിചാരിക്കാതെ സംഭവിച്ചു പോയി എന്നൊക്കെയാണ് ഇപ്പോൾ ഒരു അപ്പോളജി പറയുന്നത്. നോക്കാം അത് എത്രമാത്രം ശരിയാണ് നോക്കാം. ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്ഡ്. വളരെയധികം ഗിൽറ്റി ഉണ്ട് ഇപ്പോഴും നിങ്ങളോട്. കാരണം വെച്ചാൽ നിരാശയുണ്ട്, പിന്നെ കുറ്റബോധമുണ്ട്, വളരെയധികം കുറ്റബോധമുണ്ട്. ഈ കെമിസ്ട്രിയിലേക്ക് പോയി എന്നുള്ളതാണ്. ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇൻറ്റൻസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ പിന്നെ കുറ്റബോധം ഇവിടെ വരുമ്പോൾ ഇവിടെ നമുക്ക് എടുത്തു പറയുന്നുണ്ട് നമുക്ക് അത്തരം ബന്ധങ്ങളിലേക്കാണ് പോയിരിക്കുന്നതെന്ന്. അപ്പോൾ വളരെയധികം കുറ്റബോധമുണ്ട് നിങ്ങളോട്. ഇപ്പോൾ സംസാരിക്കാൻ തന്നെ വിഷമം തോന്നുന്നുണ്ട്. നിങ്ങളെ അഭിമുഖീകരിക്കാൻ വയ്യ. എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്നും ഒളിച്ചോടി നടക്കുന്നത്? അതൊരു ചോദ്യമാണ്. നിങ്ങളിൽ നിന്ന് ഈ കക്ഷി ഒളിച്ചോടി നടക്കുകയാണ്. കാരണം നിങ്ങളോടൊന്നും പറയാൻ കഴിയുന്നില്ല. അത് കുറ്റബോധം കൊണ്ടാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വെയർ വി സ്റ്റാൻഡ്. നമ്മൾ ഇപ്പോൾ ഏതവസ്ഥയിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ നീ ഇപ്പോൾ ഏതവസ്ഥയിലാണ് നിൽക്കുന്നത്? എന്നോട് നിനക്ക് ആ പഴയ ഇഷ്ടം ഇപ്പോഴും ഉണ്ടോ? നീ ചിലപ്പോൾ എനിക്ക് മെസ്സേജൊക്കെ അയക്കുന്നുണ്ടാവും, ഞാൻ അയക്കുന്നതിന് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ നീ എനിക്ക് തരുന്നുണ്ടാവും. പക്ഷേ എനിക്ക് മനസ്സിലാകുന്നില്ല, നീ ഒന്നും ക്ലിയർ ചെയ്യുന്നില്ല. വളരെ അൺക്ലിയറാണ് ഇപ്പോൾ കാര്യങ്ങൾ. എന്താണ് നമ്മളുടെ ലൈഫിലെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിൻ്റെ സ്റ്റാൻഡ് എന്താണ്, അതെനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദർ വെയർ അതർ തിങ്സ് ദാറ്റ് ഗോട്ട് ഇൻ ദ വേ ഓഫ് അസ് ബീങ് ടുഗദർ. അപ്പോൾ ഈ തേർഡ് പാർട്ടി ഇവിടെ വന്നതിൻ്റെ കാര്യങ്ങൾ കൊണ്ടാണെന്ന് എടുത്ത് പറയുന്നുണ്ട്. അതാ ഇവിടെ അത് തന്നെ വന്നിട്ടുണ്ട് തേർഡ് പാർട്ടി. അപ്പോൾ ഈ തേർഡ് പാർട്ടി വന്നതുകൊണ്ടാണ് പല കാര്യങ്ങളിലേക്കും എനിക്ക് പോകേണ്ടി വന്നു. അതുകൊണ്ട് നമ്മളുടെ കാര്യങ്ങളിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ എനിക്ക് തരാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അൺഫിനിഷ്ഡ് ബിസിനസ് എന്ന് പറയുന്നുണ്ട്. വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു സോൾവ് ആൻഡ് ഡിസ്കസ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും സോൾവ് ചെയ്യാനും ഉണ്ട്. ഒരുപാട് ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കണം. മറ്റേ കാര്യങ്ങളൊക്കെ മതിയായി. അഭിനിവേശവും പാഷനും ഒക്കെ മാറി കേട്ടോ, അതൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് വളരെയധികം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ നഷ്ടപ്പെടുത്തി എൻ്റെ നല്ല ഒരു ബന്ധം, അല്ലെങ്കിൽ നല്ലൊരു ജീവിതം ഞാൻ നഷ്ടപ്പെടുത്തി എന്നുള്ള കുറ്റബോധമുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം എനിക്ക് വേണം. അതിനെ നമുക്ക് ഒരുമിച്ച് ഒരു സമയം എടുത്ത് നമുക്ക് സോൾവ് ചെയ്യണം, ചർച്ച ചെയ്ത് സോൾവ് ചെയ്യണം. കാരണം വെച്ചാൽ ഈ കണ്ടതൊക്കെ കാണുമ്പോഴത്തേനും അങ്ങോട്ട് ഓടി അതിൻ്റെ പുറകെ നടക്കുമ്പോൾ, അതായത് അതിനൊരു ഭാഷയൊന്നും ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാൽ അങ്ങനെയുള്ള ആ ഒരു കാര്യങ്ങൾ വരുന്ന സമയത്ത് ഈ പുറകിൽ ഉപേക്ഷിച്ചു പോയ ഒരു വ്യക്തിയെക്കുറിച്ച് എന്താണ് നമ്മളൊക്കെ ചിന്തിക്കാത്തത്? അല്ലെങ്കിൽ പിന്നെ ആ ഒരു സമയം എല്ലാം മറന്നങ്ങോട്ട് ഓടുമ്പോൾ
വല്ലാത്തൊരു ട്രാജഡിയാണ് കേട്ടോ. അത് അങ്ങനെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കൂ. അതൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല കേട്ടോ. പിന്നെ ദ വേൾഡ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് ചില കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഇവിടെ കാർഡ് ഡിവൈൻ തന്നിരിക്കുന്നത് ഡ്രീം കം ട്രൂ എന്നാണ്. ദ വേൾഡാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ സ്വപ്നങ്ങൾ അത് സത്യമാകാൻ പോകുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഇത് നടക്കും, സംഭവിക്കുമെന്ന് കാണാം. കാരണം ഇപ്പോൾ കുറ്റബോധമൊക്കെ ഉണ്ട്. നിങ്ങളോട് അങ്ങോട്ട് വന്നിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് മുഖം തരാൻ കഴിയുന്നില്ല, നിങ്ങളോട് നിങ്ങളെ വിളിക്കാൻ കഴിയുന്നില്ല. എന്താ സംസാരിക്കുക, എന്താണ് നിങ്ങളോട് സംസാരിക്കുക എന്ന് പുള്ളിക്കാരന് അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് അറിയില്ല. ചെയ്തു പോയ ഒരു തെറ്റ് എൻ്റെ ജീവിതത്തിൽ വന്നുപോയി. ഞാൻ അറിയാതെയല്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കാരണം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചു. ആ കാണിച്ച സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു ബന്ധം എനിക്ക് കൊണ്ടുപോകേണ്ടി വന്നു. അതിൽ ഞാൻ ഇപ്പോൾ വളരെയധികം നീർന്നു, അല്ലെങ്കിൽ എനിക്ക് കുറ്റബോധമുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ നിങ്ങളുടെ ലൈഫിൽ ഒരു നിങ്ങളുടെ സ്വപ്നം പൂർത്തിയാകുമെന്നും അത് സത്യമാകുമെന്നും പറയുന്നു. വളരെ നല്ല രീതിയിലുള്ള കാർഡ്സാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ദ സൺ. ഇതിൽ കൂടുതലൊരു കാർഡ് നമുക്കിനി കിട്ടാനില്ല. അതായത് വളരെ ദീർഘകാലം ഉള്ള ഹാർമോണിയസ് ആയിട്ടുള്ള ലോങ് ടൈം ആയിട്ടുള്ള ഒരു ലവ് നിങ്ങൾക്ക് തരണമെന്നും ഫാമിലി ആയിട്ടും വളരെ പ്രോസ്പെരിറ്റി ആയിട്ടും അബണ്ടൻസ് ആയിട്ടും നിങ്ങളുമായിട്ടൊരു ജീവിതം കൊണ്ടുപോകണമെന്നും ആഗ്രഹിച്ചു. കാരണം മറ്റേ ബന്ധത്തിൽ നിന്ന് പല പാഠങ്ങൾ പഠിച്ചിരിക്കണം. ഈ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൻ്റെ പുറകെ പോകുന്ന ആൾക്കാർക്ക് ഇതൊരു പാഠമാണ്. കാരണം അങ്ങനെയുള്ളവർക്ക് ഇതൊരു പാഠം തന്നെയാണ്. അത് ഞാൻ എടുത്ത് പറയുകയാണ്. അപ്പം അന്നേരം അവിടെ നിന്ന് നിങ്ങളിൽ നിന്ന് കിട്ടാത്ത പലതും അവിടെ നിന്ന് കിട്ടി എന്ന് വിചാരിച്ച് സന്തോഷിച്ചൊക്കെ ഇരുന്നതാണ്. പക്ഷേ പിന്നീട് കാര്യങ്ങൾ കുറച്ച് അവതാളത്തിലായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ വിചാരിച്ച പോലെയൊന്നുമല്ല കാര്യങ്ങൾ എന്ന് മനസ്സിലായി. ഇപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഉള്ള ഒരു ബന്ധം നിങ്ങളുമായിട്ടുണ്ടാവണമെന്നും നിങ്ങളുടെ നല്ലൊരു രീതിയിലുള്ള ലൈഫ് കൊണ്ടുപോകണമെന്നും ആഗ്രഹിക്കുന്നു. നമുക്കിന്ന് നമ്മുടെ ഒരു വിഷയത്തിന് നമ്മൾ ഇതിന് ക്യാപ്ഷൻ പറഞ്ഞിരുന്നില്ല. ഞാനിതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നതിന് കാരണം ആളിൻ്റെ കുറ്റബോധമാണ്. നിങ്ങളെ വേണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, നിങ്ങളുമായിട്ട് ഒരുമിച്ചൊരു ജീവിതം കൊണ്ടുപോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു കുറ്റബോധം, ഞാൻ ചെയ്ത തെറ്റ് ഇനി എങ്ങനെയാണത് തിരുത്തുക, അല്ലെങ്കിൽ അതെങ്ങനെയാണ് പറയുക, എനിക്കത് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എങ്ങനെ പറഞ്ഞു കഴിയുമെന്നൊന്നും. എന്തായാലും ശരി, ഇങ്ങനെയാണ് ഇന്നത്തെ നമുക്ക് റീഡിങ് വന്നിരിക്കുന്നത്. ഇന്ന് ഡിവൈൻ ഡേ സന്ദേശം നമുക്കിതാണ്. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.